നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിതിൻ നബീൻ എന്ന ചെറുപ്പക്കാരൻ വന്നതിന് ശേഷം അതൊരു നാഥനില്ലാ കളരിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അമിത്ഷായുടെ കിങ്കരന്മാരും ചേർന്നാണ് ബി.ജെ.പിയെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവർ കോൺഗ്രസിനെ കളിയാക്കുന്നുണ്ട്. ഗാന്ധി കുടുംബത്തിൽ നിന്നും പുറത്തൊരാളെ അവർ വെറും പാവയാക്കി വെച്ചിരിക്കുകയാണെന്നുള്ളത്. എന്നാൽ വാസ്തവത്തിൽ ബി.ജെ.പി എന്താണ് ചെയ്യുന്നത്? അമിത്ഷായുടെ കുടുംബ പാർട്ടി പോലെയാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ പ്രവർത്തന ശൈലിയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. നിതിൻ നബീൻ മത്സരിച്ച് 5 വട്ടം വിജയിച്ച മണ്ഡലത്തിൽ പ്രശാന്ത് കിഷോർ എങ്ങനെയാണ് അപ്രതീക്ഷിതമായി ജയിച്ചത്? ബി.ജെ.പി അതിന് പറയുന്ന തൊടിന്യായം എന്ന് പറഞ്ഞാൽ EVM-ൽ ഇപ്പോൾ ഇഴവൊന്നും ഇല്ലല്ലോ, ഇത് ഞങ്ങൾ കൃത്യമായി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്ത സാമ്പിൾ ഡോസാണ് എന്ന രീതിയിലാണ് സൈബർ പോരാളികൾ ബി.ജെ.പിയെ ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ പരാജയമാണ് ബി.ജെ.പിയെ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അമിത്ഷായുടെ കെടുകാര്യസ്ഥതയും കേന്ദ്രത്തിൽ ബി.ജെ.പി നേതൃത്വം നടത്തി വരുന്ന ഇടപെടലും വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളത് തന്നെയാണ് കണക്കൂട്ടൽ. പെട്രോളിൽ എത്തനോൾ കലർത്തി ഈ രാജ്യം മുഴുവൻ മായ കലർന്ന ഇന്ധനം വിറ്റ് ജനങ്ങളെ മുഴുവൻ പറ്റിച്ച് നികുതി കൊള്ളയടിച്ച് ജനങ്ങൾക്ക് മേൽ അമിത ഭാരമേൽപ്പിച്ച് പണപ്പെരുപ്പം റെക്കോർഡ് വിലവർധനയിലേക്ക് എത്തിച്ച് ജനങ്ങളെ മുഴുവൻ വലിയ രീതിയിൽ ദുരിതക്കെണിയിലാക്കിക്കൊണ്ട് മുന്നേറാൻ ശ്രമിക്കുന്ന ബി.ജെ.പിയെ തീർച്ചയായും തഴയാൻ പല മാർഗങ്ങളും പല നിർദ്ദേശങ്ങളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അതിനി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനമായിരുന്നാലും ശരി, മറ്റ് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനമായിരുന്നാലും ശരി, അതെല്ലാം ആക്കം കൂട്ടാൻ തന്നെയാണ് തീരുമാനം. സമാജ്വാദി പാർട്ടി അതുപോലെ തന്നെ മറ്റ് സംഘടനകൾ എല്ലാം ഉത്തർപ്രദേശിൽ ഒരൊറ്റ മനസ്സോടുകൂടി ബി.ജെ.പിക്കെതിരെ അണിനിരക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ഡലമായ UP അടക്കം 5 പ്രദേശങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇനി വരാനിരിക്കുന്നത്. ഇത് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ദിശാസൂചിയായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെട്ടെന്നുണ്ടാകുമോ അതല്ല കൃത്യമായ സമയം എടുത്തു തന്നെയായിരിക്കുമോ ഉണ്ടാകുന്നത് എന്നൊക്കെ ഫലം പറയുന്നത് UP തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഏറെക്കുറെ ഡീലിമിറ്റേഷൻ നടപടികളൊക്കെ കഴിയുമ്പോൾ UP-യിലെ സീറ്റ് 80-ൽ നിന്നും 100-ൽ കൂടുതലാകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. 888 സീറ്റുകളിലേക്ക് ലോക്സഭാ അംഗസംഖ്യ വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം അത് കൂടുതൽ ബി.ജെ.പിയെ സുസ്ഥിരപ്പെടുത്താനും കേന്ദ്രത്തിൽ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യമേ ഇല്ലാതാക്കാനും ഇന്ത്യയുടെ ഭൂപടത്തിൽ വെറും നാമമാത്രമായിട്ടുള്ള പ്രാതിനിധ്യത്തോടു കൂടി തഴയപ്പെടുകയും ചെയ്യാൻ വേണ്ടിയുള്ള കള്ളക്കളികളാണ് നടക്കുന്നതെങ്കിൽ അതേ ഉത്തരേന്ത്യക്കാർ തന്നെ 8ൻ്റെ പണി കൊടുക്കാൻ വേണ്ടി കച്ചകെട്ടി നിൽക്കുകയാണ്. ഉത്തരേന്ത്യയിൽ വലിയ തോതിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, അതും ഇലക്ഷൻ കമ്മീഷൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായിട്ടുള്ള SIR നടപടി ജനങ്ങൾ എത്രത്തോളം പുച്ഛിച്ചു തള്ളുന്നു എന്നുള്ളത് ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം വ്യക്തമാക്കുന്നു.